അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 4ാം ക്ലാസ്സിലെ തദ്രീബു തിലാവ, ഇതിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം. ഇതിലെ ഒന്നാമത്തെ ഭാഗം അൽ വഹ്ദത്തുൽ ഊല, ഒന്നാമത്തെ യൂണിറ്റ് അഷ്ഹറു ഷവ്വാൽ, ഷവ്വാൽ മാസത്തിൽ പഠിക്കാനുള്ള ഭാഗമാണ്. ഇതിലുള്ള ഖുർആൻ പാരായണത്തിൻ്റെ ഭാഗവും അതോടൊപ്പം പഠിക്കാനുള്ള പാഠഭാഗവും കൂടി നമുക്ക് നോക്കാം. ഈ മാസത്തിൽ പഠിക്കാനുള്ള മിൻ അവ്വലി സൂറത്തുൽ ഫുർഖാൻ ഇല ആയ 40 മിനശ്വാറ. സൂറത്തുൽ ഫുർഖാനിലെ ആദ്യം മുതൽ ഇല ആയത്തി 40 ആയത്ത് വരെയുള്ള ഭാഗമാണ് ഷവ്വാൽ മാസത്തിൽ പാരായണം ചെയ്ത് പഠിക്കാനുള്ള, ശീലിക്കാനുള്ള ഭാഗം. അതേപോലെ ഹിഫ്ളിന് പഠിക്കാനുള്ള ഭാഗം മുറാജിഅത്തുൻ ജമിയ സുവരി ഫിസ്സഫി സാനി വസാലിസ്. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും നമ്മൾ പഠിച്ച ഹിഫ്ളിൻ്റെ ഭാഗങ്ങൾ ആവർത്തിച്ചൊന്ന് പഠിക്കാനുള്ളതാണ്. അഥവാ സൂറത്തുൻ നാസ് മുതൽ സൂറത്തുൽ ഫീൽ വരെയുള്ള ഭാഗവും അതിനുശേഷം സൂറത്തു ഹുമസ മുതൽ സൂറത്തു ദുഹ വരെയുള്ള ഭാഗവും കൂടി പഠിക്കാനുണ്ടായിരുന്ന ഭാഗം, അത് ഒന്നുകൂടി ആവർത്തിച്ച് ഹിഫ്ളിൻ്റെ ഭാഗം ഈ മാസം കൂടി പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓതാനുള്ള ഭാഗം നോക്കാം. സൂറത്തുകൾ പരിചയപ്പെടാം. സൂറത്തുൽ ഫുർഖാൻ അത് മക്കിയാണ്, 77 ആയത്താണ്. ഖുർആനിലെ 25ാമത്തെ സൂറത്താണ്. അതേപോലെ സൂറത്തു ശുആറ മക്കിയാണ്, ആയത്ത് 227 ആണ്. ഖുർആനിലെ ക്രമം അനുസരിച്ച് 26ാമത്തെ സൂറത്താണ്. നമുക്ക് പാരായണം കേട്ട് ശീലിക്കാൻ വേണ്ടി QR കോഡ് നൽകിയിട്ടുണ്ട്. അതിലൂടെ നമുക്ക് നല്ല ശൈലിയിൽ ഖുർആൻ ഓതി പഠിക്കാവുന്നതാണ്. നമുക്ക് ഈ മാസം പഠിക്കാനുള്ള തജ്വീദിൻ്റെ ഭാഗം അൽ അഹ്കാമുൽ മീമി സാക്കിന, അഹ്കാമുൽ മീമി സാക്കിന, സുക്കൂനായ മീമിൻ്റെ വിധികളെക്കുറിച്ചാണ്. സുക്കൂനായ മീമിൻ്റെ 2 വിധികളാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഏതെല്ലാം എന്ന് നോക്കാം. ഒന്ന് ഇദ്ഗാമാണ്, ഒന്നാമത്തേത് ഇദ്ഗാമാണ്, മറ്റേത് ഇഖ്ഫ ആണ്. അപ്പോൾ ഇദ്ഗാമും ഇഖ്ഫാവും കൂടി, അഥവാ സുക്കൂനായ മീമ് വരുമ്പോൾ വരുന്ന ഇദ്ഗാമും സുക്കൂനായ മീമ് വരുമ്പോൾ വരുന്ന ഇഖ്ഫാവും കൂടിയുള്ള ഈ നിയമങ്ങൾ നോക്കാം. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഗുന്നത്ത് നൽകി ഉച്ചരിക്കണം. ഇതിന് ഇദ്ഗാം എന്ന് പറയുന്നു. അഥവാ ഇദ്ഗാം ബിഗുന്നയാണ്, ചേർത്ത് മണിച്ച് ഓതുക എന്നുള്ളതാണ്. ഇനി ഇഖ്ഫ എന്ന് പറഞ്ഞാൽ നോക്കാം. നമുക്ക് സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ, സുക്കൂനായ മീമിന് ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ ബായിൽ, മീമിനെ ബായിൽ അവ്യക്തമാക്കി ഗുന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. അഥവാ അവിടെയുള്ള മീമിനെ ബായിൽ വ്യക്തമാക്കാത്ത രീതിയിൽ ഗുന്നത്ത് ചെയ്യണം. ഇതിനാണ് ഇഖ്ഫ എന്ന് പറയുന്നത്. ഇതല്ലാത്ത മറ്റൊരു നിയമവും കൂടിയുണ്ട്, അത് തൊട്ടടുത്ത പാഠത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇദ്ഗാമും ഇഖ്ഫാവും വരുന്ന രൂപങ്ങളാണ് നമ്മൾ ഈ മാസം പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം ഒന്നുകൂടി. ഹർഫുൽ ഇദ്ഗാം, ഹർഫുൽ ഇഖ്ഫ. ഹർഫുൽ ഇദ്ഗാം മീമാണ്, സുക്കൂനായ മീമിന് ശേഷം മീമ് വന്നാലാണ് ഇദ്ഗാം എന്ന നിയമം വരുന്നത്. ഇനി സുക്കൂനായ മീമിന് ശേഷം ബാ വന്നാലാണ് ഇഖ്ഫ എന്ന നിയമം വരുന്നത്. അപ്പോൾ ഈ 2 അക്ഷരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി ബാക്കിയുള്ള അക്ഷരങ്ങൾ വരുമ്പോൾ ഒരു നിയമം കൂടിയുണ്ട്, ആ നിയമം നമുക്ക് പിന്നീട് പറയാം. നമുക്കിതിൻ്റെ നിയമങ്ങൾ വരാവുന്ന രൂപം നോക്കാം. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മൻ, ഇവിടെ സുക്കൂനായ മീമിൻ്റെ ശേഷം മൻ എന്ന മീമ് വന്നു. മൻ, ഇവിടെ ഓതേണ്ടത് മൻ, സുക്കൂനായ മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്ത് ഇദ്ഗാം ചെയ്ത്, അഥവാ മണിച്ച് ഉച്ചരിച്ചു. മൻ, ഇതിനെയാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കാം. ഹും,
ബിഹി. ഇവിടെ സുക്കൂനായ മീമിൻ്റെ ശേഷം ബ വന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഹും ബിഹി, ഹും ബിഹി. ഇവിടെ സുക്കൂനായ മീമിനെ ഒരു അവ്യക്തമാകുന്ന രൂപത്തിൽ അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഉച്ചരിച്ചു എന്നുള്ളതാണ്. ഹും ബിഹി. നമുക്ക് നോക്കാം. ഇദ്ഗാമ് ഇഖ്ഫാ വരുന്ന 2 പദങ്ങൾ വീതം പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി പഠിക്കാം, എഴുതി പരിശീലിക്കാം. നമുക്ക് ഇഖ്ഫായിൻ്റെയും ഇദ്ഗാമിൻ്റെയും ഉദാഹരണങ്ങൾ എഴുതാം. നോക്കാം. ഫഹ്കും ബൈനഹും ഇഖ്ഫായിൻ്റെ ഉദാഹരണമാണ്. സുക്കൂനായ മീമിന് ശേഷം ബ വന്നു. ഫഹ്കും ബൈനഹും. വകൽബുഹും ബാസിത്തുൻ. ഇവിടെ സുക്കൂനായ മീമിൻ്റെ ശേഷം ബ വന്നു. ഇഖ്ഫ ആണ് നിയമം. ഇനി ഇദ്ഗാമിൻ്റെ നിയമം നോക്കാം. അലൈഹിം മിൻ, അലൈഹിം മിൻ. സുക്കൂനായ മീമിൻ്റെ ശേഷം മീമ് വന്നു. കുൻതും മൂഖിനീൻ. ഇവിടെയും സുക്കൂനായ മീമിൻ്റെ ശേഷം മീമ് വന്നു. ഇദ്ഗാമാണ് നിയമം. ലഹും മൂസ, ലഹും മൂസ. സുക്കൂനായ മീമിൻ്റെ ശേഷം മീമ വന്നു. ഇവിടെ എല്ലാം ഇദ്ഗാം അഥവാ ചേർത്ത് മണിച്ച് ഓതുക എന്നുള്ള നിയമം കൂടിയാണ് വന്നത്. നമുക്ക് പദങ്ങൾ എഴുതി പരിശീലിക്കാം. നമ്മുടെ അക്ഷരങ്ങൾ ശുദ്ധിയാകാൻ വേണ്ടി, ശരിയാകാൻ വേണ്ടി കോപ്പി രൂപത്തിലുള്ള എഴുത്തുകൾ വളരെ നല്ലതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വമൻ യളിം മിൻകും. ഇത് എഴുതി നമ്മൾ എന്താക്കുക? നന്നാക്കുക. അലൈഹിം മിനസ്സമാ ഇൻ കുൻതും മൂഖിനീൻ ഫഖദ് കദ്ദബൂകും ബിമാ. ഇവിടെ സുക്കൂനായ മീമിൻ്റെ ശേഷം മീമ് വന്നതിൻ്റെയും സുക്കൂനായ മീമിൻ്റെ ശേഷം ബാ വന്നതിൻ്റെയും നിയമങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് നമ്മൾ എഴുതി ശീലിക്കുകയും വേണം. മിൻ അർളികും ബിസിഹ്രിഹി. ഇതെല്ലാം നിയമങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഖുർആനിൽ നിന്ന് കണ്ടെത്താം എന്നതാണ്. നമുക്ക് സുക്കൂനായ മീമിൻ്റെ ശേഷം മീമ് വന്ന ഇദ്ഗാമിനെയും സുക്കൂനായ മീമിൻ്റെ ശേഷം ബാ വന്ന ഇഖ്ഫാഇനെയും കൂടി ഖുർആനിൽ നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ്. ഉദാഹരണം നമുക്ക് നോക്കാം. ഇന്നാ മഅകും മുസ്തമിഊൻ. ഇവിടെ സുക്കൂനായ മീമിൻ്റെ ശേഷം മീമ് വന്നു. ഇദ്ഗാമാണ് നിയമം. വമാ കാന അക്സറുഹും മുഅ്മിനീൻ. ഇവിടെ അക്സറുഹും സുക്കൂനായ മീമിൻ്റെ ശേഷം മീമ് വന്നു. ഇദ്ഗാമാണ് നിയമം. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. ഇവിടെ സുക്കൂനായ മീമിൻ്റെ ശേഷം ബാ വന്നു. ഇഖ്ഫ ആണ് നിയമം. ഹൽ അൻതും മുജ്തമിഊൻ. ഇവിടെ സുക്കൂനായ മീമിൻ്റെ ശേഷം മീമ് വന്നു. ഇദ്ഗാമാണ് നിയമം. നമുക്ക് ശീലിക്കാം എന്നതാണ്. ദുആഉൽ ഖുർആൻ, ഖുർആനിലെ ഒരു ദുആ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദുആ കാണാതെ പഠിക്കുക. പരീക്ഷയ്ക്കൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. അതുകൊണ്ട് കാണാതെ പഠിക്കുക. ഇനി നമുക്ക് മാസാന്ത മൂല്യനിർണ്ണയമാണ്. നിങ്ങളുടെ അധ്യാപകൻ നിങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളനുസരിച്ച് എഴുതുകയും പഠിക്കുകയും ചെയ്താൽ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം ഇവിടെ എഴുതും. ഇവിടെ മുംതാസ്, ജയ്യിദുൻ, ജിദ്ദ, ജയ്യിദുൻ, ഗൈറു ജയ്യിദ് ഇതെല്ലാം അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല അഭിപ്രായത്തിലേക്ക് എത്തുന്ന പോലെ, മുംതാസ് എന്നതിലേക്ക് എത്തുന്നത് പോലെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ പരിശീലിക്കുക. ഇനി നമുക്ക് അൽ വഹദത്തു സാനിയ, രണ്ടാമത്തെ പാഠം അഥവാ രണ്ടാമത്തെ ഭാഗമാണ്, യൂണിറ്റാണ്. നമുക്ക് നോക്കാം. ഇത് ഷഹ്ർ ദുൽഖഅദാണ്. ദുൽഖഅദ മാസത്തിൽ പഠിക്കാനുള്ള ഭാഗങ്ങളാണ്. ഇതിൻ്റെ ഖുർആനിൻ്റെ ഭാഗവും അതേപോലെ തന്നെ ഹിഫ്ളിൻ്റെ ഭാഗവും നമുക്ക് നോക്കാം. ഈ മാസത്തെ മഖ്തഉ ശഅർ മിൻ ആയത്തി 41
മിന ഷുആറ ഇല ആയത്തി 55 മിനൻ നംൽ. ഷുആറയിൻ്റെ 41 ആയത്ത് മുതൽ നംൽ സൂറത്തിൻ്റെ 55 ആയത്ത് വരെയുള്ള ഭാഗമാണ് പഠിക്കാനുള്ളത്. ഇനി ഹിഫ്ദിൻ്റെ ഭാഗം നോക്കാം. സൂറത്തുൽ ബയ്യനയുടെ 4 ഫുസൂലുകളാണ് പഠിക്കാനുള്ളത്. അതും ഹിഫ്ദ് നന്നായി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ എന്തൊക്കെ മനസ്സിലാക്കാനുണ്ട് നോക്കാം. സൂറത്തുകൾ പരിചയപ്പെടാം. ഈ മാസത്തിൽ പഠിക്കേണ്ട സൂറത്തുകൾ: ഒന്ന് സൂറത്തു ഷുആറ ആണ്. നമ്മൾ കഴിഞ്ഞ മാസത്തിൽ പഠിച്ച അതേ സൂറത്തിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ്. മക്കിയാണ്, മക്കയിൽ അവതീർണമായ സൂറത്താണ്. ആയത്തുഹ 227 ആയത്തുകളാണ്. ഖുർആനിലെ ക്രമം അനുസരിച്ച് 26ാമത്തെ സൂറത്തും കൂടിയാണ്. അടുത്ത സൂറത്തു നംൽ മക്കിയാണ്. ആയത്ത് 93 ഖുർആനിലെ ക്രമം അനുസരിച്ച് 27ാമത്തെ സൂറത്താണ്. ഇനി പാരായണം കേട്ട് പരിശീലിക്കാൻ വേണ്ടി QR കോഡ് നൽകിയിട്ടുണ്ട്. അതിലൂടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് നല്ല ശൈലിയിലുള്ള ഖുർആൻ കേൾക്കാൻ കഴിയും. നന്നായി കേട്ട് മനസ്സിലാക്കുക. ഇനി ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് അഹ്കാമുൽ മീമി സാക്കിന സുക്കൂനായ മീമിൻ്റെ നിയമങ്ങൾ 2 നമ്മൾ നേരത്തെ പറഞ്ഞു: ഇദ്ഗാം, ഇഖ്ഫാ. ഇനി ഒരു നിയമം കൂടിയുണ്ട്, അതാണ് ഇൽഹാർ എന്ന് പറയും. നേരത്തെ സുക്കൂനായ മീമിൻ്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാം എന്നും സുക്കൂനായ മീമിൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്ലാബും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും അവിടെ ഒറ്റ നിയമമാണ്, ഇൽഹാർ എന്ന നിയമമാണ്. അഥവാ വെളിവാക്കി ഓതുക. ഓത്തിലും നമ്മൾ വെളിവാക്കി ഓതണം. അതേപോലെ തന്നെ ബാക്കിയുള്ള സമയങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ നോക്കി ഓതുക തന്നെ വേണം. കേട്ടാൽ മാത്രം നമുക്ക് അത് ഖുർആനിൻ്റെ ശൈലി അനുസരിച്ച് ഓതാൻ പറ്റണമെന്നില്ല. ഓതി തന്നെ പരിശീലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സുക്കൂനായ മീമിൻ്റെ ഇൽഹാർ എന്ന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും മീമിന് ഗുന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം. ഇതിന് ഇൽഹാർ എന്ന് പറയുന്നു. ഇനി നമുക്കിതിൻ്റെ ഉദാഹരണം നോക്കാം. ഹും ഫീഹി, ഹും എന്നതിന് ശേഷം ഫ എന്ന അക്ഷരം വന്നു. ഹും ഫീഹി, അവിടെ നമ്മൾ വെളിവാക്കി ഓതി, സുക്കൂനായ മീമിനെ വെളിവാക്കി ഓതി. നേരത്തെ നമ്മൾ സുക്കൂനായ മീമിനെ മറച്ചു വെച്ചുകൊണ്ടാണ്, അഥവാ ഇഖ്ഫാ ചെയ്താണ് നമ്മൾ ഉച്ചരിച്ചത്. ഇവിടെ വെളിവാക്കി ഉച്ചരിക്കണം. അതേപോലെ വാൽ, ഇവിടെ നമ്മൾ എന്നതിൻ്റെ ശേഷം വേറെ എവിടെയും നമ്മൾ ഉച്ചരിക്കുന്നില്ല, വേറെ ഒന്നും ഉച്ചരിക്കുന്നില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇൽഹാർ എന്നുള്ള നിയമമാണ്. വാൽ. അതുപോലെ സുക്കൂനായ മീമിന് ശേഷം വാവ് താ ദാൽ, അഥവാ ഇൽഹാറിൻ്റെ അക്ഷരമാണല്ലോ ഇത്. ഇങ്ങനെ ഇൽഹാർ വന്നതിൻ്റെ 2 പദങ്ങൾ വീതം പാഠഭാഗത്തു നിന്ന് കണ്ടുപിടിക്കാം. അത് എഴുതി പരിശീലിക്കും. നമുക്ക് ഇതിൻ്റെ ഉദാഹരണം നോക്കാം. സുക്കൂനായ മീമിന് ശേഷം വാവ് വന്നതിൻ്റെ ഉദാഹരണം: ഫൗഖഹും വമിൻ അംവാത്തുൻ. സുക്കൂനായ മീമിൻ്റെ ശേഷം സുക്കൂനായ മീമിൻ്റെ ശേഷം വാവ് വന്നതിൻ്റെ ഉദാഹരണമാണ് അംവാത്ത്. ഹിസാബുഹും വഹും. ഇവിടെ എല്ലാം ഇൽഹാർ അഥവാ വെളിവാക്കി ഓതുക എന്ന നിയമമാണ് ഉള്ളത്. ഇനി താവ് വന്നതിൻ്റെ ഉദാഹരണം നോക്കാം. ലഅല്ലക്കും തത്തഖൂൻ. അലം തഅലം. ഇവിടെ സുക്കൂനായ മീമിൻ്റെ ശേഷം താവ് വന്നു. വല അംത. നമുക്ക് ദാല് വന്നതിൻ്റെ ഉദാഹരണം നോക്കാം. അൽഹംദു. ഇവിടെ സുക്കൂനായ മീമിൻ്റെ ശേഷം ദാല് വന്നു. അതുപോലെ ലക്കും ദീനുക്കും. ലക്കും സുക്കൂനായ മീമാണ്,
അതിൻ്റെ ശേഷം ദാലി എന്ന അക്ഷരം വന്നു. ലക്കും ദീനുക്കും, ലക്കും ദീനുക്കും. ഇനി നമുക്ക് പദങ്ങൾ എഴുതി പരിശീലിക്കാമെന്നുള്ളതാണ്. ഇവിടെയുള്ള പദങ്ങൾ നോട്ടിൽ അഥവാ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കോപ്പി രൂപത്തിൽ തന്നെ എഴുതുക. ഖാല നഅം വ ഇന്നകും, സുക്കൂനൈമിൻ്റെ ശേഷം വാവ് വന്നു. ലഇല്ലം തൻതഹി, ലഇല്ലം തൻതഹി. ഇവിടെയും സുക്കൂനൈമിൻ്റെ ശേഷം താവ് വന്നു. ഫഹും ലാ യശ്ഉറൂൻ, ഫഹും ലാ യശ്ഉറൂൻ. അഖൂഹും സാലിഹ്, അഖൂഹും സാലിഹ്. വഅക്സറുഹും കാദിബൂൻ, വഅക്സറുഹും കാദിബൂൻ. അടുത്ത ഭാഗം ഖുർആനിൽ നിന്ന് കണ്ടെത്താം എന്നതാണ്. ലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും. അം ലം തകും മിനൽ വാഇളീൻ. ഐദിയക്കും വ എന്നുള്ളത് ഇദ്ഹാറിൻ്റെ നിയമമാണ്. അം ലക്കും, അം ലം തകും മിനൽ വാഇളീൻ. ഇവിടെ ലം എന്ന ഇഷ്താവ് വന്നു. അതിൻ്റെ ഉദാഹരണമാണ്. അതുപോലെ ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഇന്നി റസൂലുൻ, ഇന്നി ലക്കും റസൂലുൻ അമീൻ. റസൂലുൻ, ഇവിടെ ലക്കും എന്നതിൻ്റെ ശേഷം റസൂലുൻ എന്ന് വന്നു, റ വന്നു. നിയമം ഇദ്ഹാറാണ്. ഇമ്മത്തഅനാഹും സിനീൻ, സുക്കൂനൈമിൻ്റെ ശേഷം സുക്കൂനൈമിൻ്റെ ശേഷം സീന് വന്നു. ഇമ്മത്തഅനാഹും സിനീൻ, ഇമ്മത്തഅനാഹും സിനീൻ. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. സുക്കൂനായ മീമിന് ശേഷം മീമോ ബാओ അല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും അവിടെ നിയമം ഇദ്ഹാർ അഥവാ വെളിവാക്കി ഓതുക എന്നതാണ്. ഇത് നമുക്ക് ശീലിക്കാമെന്നുള്ളതാണ്. ഒരു ദുആഉൽ ഖുർആൻ നോക്കാം. ഖുർആനിലെ ഒരു പ്രാർത്ഥന. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റാഹിമീൻ. ഈ ദുആ നമ്മളുടെ എല്ലാ ദുആയിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ ഇനി മാസാന്ത മൂല്യനിർണ്ണയമാണ്. അധ്യാപകർ കുട്ടികളെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇതിനു ശേഷം അധ്യാപകൻ കുട്ടിയുടെ മാസാന്ത പ്രവർത്തനങ്ങൾ താഴെ യോജിച്ച കോളത്തിലുള്ളതുപോലെ നൽകുക. ഇനി നമുക്ക് നോക്കാം മൂന്നാമത്തെ പാഠം, അൽ വഹദത്തു സാലിസ. ഇത് ദുൽഹിജ്ജ മാസത്തിൽ പഠിക്കാനുള്ള ഭാഗമാണ്. ഇതിൽ പഠിക്കാനുള്ള സൂറത്തിൻ്റെ ഭാഗം നംൽ സൂറത്തിൻ്റെ 56-ാമത്തെ ആയത്ത് മുതൽ ഖസസ് സൂറത്തിൻ്റെ 50 ആയത്ത് വരെയുള്ളതാണ്. ഇനി ഹിഫ്ളിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ള സൂറത്തുൽ അലഖാണ്. സൂറത്തുൽ അലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആ ഒരു ഭാഗമാണ്. ഇനി മഖ്തഉ ശൈർ ലിത്തഹ്ഫീദ്, ഹിഫ്ളിന് വേണ്ടി പഠിക്കേണ്ട ഭാഗം സൂറത്തുൽ അലഖാണ്. സൂറത്തുൽ അലഖിലെ ഭാഗമാണ് പഠിക്കേണ്ടത്. നമുക്ക് സൂറത്തുകൾ പരിചയപ്പെടാം. സൂറത്തുൻ നംൽ മക്കിയാണ്. ആയത്തുഹ 93. മലയാളത്തിൽ ക്രമമനുസരിച്ച് 27-ാമത്തെ ആയത്താണ്. അടുത്ത സൂറത്ത് സൂറത്തുൽ ഖസസ് ആണ്. മക്കിയാണ്. ആയത്തുഹ 88. മദനിയ മക്കിയാണ് സൂറത്തുൽ ഖസസ്.
മക്കയിൽ അവതീർണമായതാണ്. മക്കയിൽ അവതീർണമായ സൂറത്തിനെയെല്ലാം മക്കിയാണ് പറയുക. മദീനയിൽ അവതീർണമായ സൂറത്തിനെ മാത്രമേ മദനി എന്ന് പറയുകയുള്ളൂ. അപ്പോൾ സൂറത്തുൽ ഖസസ് മക്കിയാണ്. ആയത്ത് 88 ആയത്താണ്. 88 ആയത്തുകളാണ് സൂറത്തുൽ ഖസസിലുള്ളത്. ഖുർആനിൻ്റെ ക്രമം അനുസരിച്ച് 28ാമത്തെ സൂറത്താണ്. 28ാമത്തെ സൂറത്ത്. സൂറത്തുൻ നംൽ 27, സൂറത്തുൽ ഖസസ് 28ാമത്തെ സൂറത്താണ്. പാരായണം കേട്ട് പരിശീലിക്കാൻ വേണ്ടി QR കോഡൊക്കെ നൽകിയിട്ടുണ്ട്. അതിലൂടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഖുർആൻ പാരായണം ചെയ്ത് പഠിക്കാനും ശീലിക്കാനും പറ്റും. ഇനി ഹുറൂഫുൽ ഖൽഖല, ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ. അതേതെല്ലാം ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ? ഖുതുബ് ജദ് എന്നാണ് പൊതുവെ അറബിയിൽ പറയുന്നത്. അതിൽ എത്ര അക്ഷരങ്ങളുണ്ട് നമുക്ക് നോക്കാം. ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. അപ്പോൾ ഈ 5 അക്ഷരങ്ങൾക്കാണ് ഹുറൂഫുൽ ഖൽഖല എന്ന് പറയുന്നത്. മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾക്ക് ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നു. ഇവയിൽ ഹർക്കത്തുകൾ പോലെ തന്നെ സുക്കൂനും വ്യക്തമായി ഉച്ചരിക്കണം. ഒരാൾ ഇസ്തിഅലാൻ്റെ അക്ഷരത്തിന് അവസാനം സുക്കൂൻ ചെയ്തു വന്നാൽ സുക്കൂനായി ഉച്ചരിക്കുമ്പോൾ അവിടെ നമ്മൾ കേൾക്കുന്ന രൂപത്തിൽ തന്നെ, മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെ അതിൻ്റെ മറുപടിയും കൂടി നമ്മൾ നൽകണം. അഖ്, അത്ത്, അബ്, അജ്, അദ്. അതുപോലെ ഖാഫ്, താ, ജീം എന്നീ മൂന്ന് അക്ഷരങ്ങൾ. ഈ 3 അക്ഷരങ്ങൾക്ക് സുക്കൂനായി വരുന്ന 2 പദങ്ങൾ വീതം പാഠഭാഗത്തു നിന്ന് കണ്ടുപിടിക്കാം. ഇവ എഴുതി പരിശീലിക്കുകയും ചെയ്യാം. ഇവിടെ ചില ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. അഖ്, അത്ത്, അബ്, അജ്, അദ. നമുക്ക് ഖുർആനിൽ കണ്ടെത്തിയ ചില പദങ്ങൾ നോക്കാം. ഖാഫിൻ്റെ ഉദാഹരണം, അഥവാ ഓരോ അക്ഷരത്തിനും ഇസ്തിലാഹിൻ്റെ അക്ഷരം കൂടി ചേർത്ത് കൊണ്ടായിരിക്കണം പറയേണ്ടത്. ഇസ്തബ്റഖിൻ. ഇവിടെ നമുക്ക് സുക്കൂനായി ഇസ്തബ്റഖ് എന്ന് നൽകുമ്പോൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇദ്ഗാം എന്ന നിയമം അവിടെ ഉള്ളത് കൊണ്ടാണ്. അഥവാ നമുക്ക് സുക്കൂനായ ഖാഫ് വരുമ്പോൾ നിർത്തേണ്ട രൂപവും കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇസ്തബ്റഖ്, വസ്തബ്റഖ് അങ്ങനെയും നമുക്ക് ഉച്ചരിക്കാം. അടുത്ത ഫലഖ് എന്ന അക്ഷരം നമ്മൾ ഇതുപോലെ ഉച്ചരിക്കാം. അടുത്ത ദാ മഖറബത്തിൻ. അതേപോലെ സഖ്ഫുൻ. ഇതെല്ലാം സുക്കൂനായ മീമിന് ശേഷം ഖൽഖലത്തിൻ്റെ അക്ഷരമാണ് ഖുതുബ് ജദ് എന്നുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് ഖാഫ്. അപ്പോൾ ഈ ഖാഫിൻ്റെ സുക്കൂനായി വരുന്ന ഉദാഹരണങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഖൽഖലത്തിൻ്റെ അക്ഷരം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഖൽഖലത്തിൻ്റെ അക്ഷരം വരുന്ന സമയത്ത് പ്രത്യേകമായ അക്ഷരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സുക്കൂന് വരുമ്പോൾ ഖൽഖലത്തിൻ്റെ അക്ഷരം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ അതിൻ്റെ ഉച്ചാരണം കൊണ്ടുവരിക. ഖാഫ്, ഖ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അഖ്, അത്തു എന്നൊക്കെ. രണ്ടാമത്തെ ഉദാഹരണം നൽകിയിട്ടുള്ള ത്വാ ആണ്. ത്വായിന് സുക്കൂന് വരുമ്പോൾ നോക്കാം നമുക്ക്. മത്തുലഇൽ ഫജ്ർ, അതുഹരി ഫതാത്, അതുഹരി. അടുത്തത് ഷാത്തുറുൽ ഈമാൻ.
അതുപോലെ ജീം എന്ന അക്ഷരം നോക്കാം. മജിലിസ്, മജിലിസ് സുക്കൂനായ ജീമാണ്, ഖൽഖലത്തിൻ്റെ അക്ഷരമാണ്. അടുത്ത അജ്നാസ്, അജ്നാസ്, അജ്നാസ്. അടുത്തത് മുജിരിമൂന, മുജിരിമൂന, മുജിരിമയുടെ എല്ലാം സുക്കൂനായ ജീമാണ്, സുക്കൂനായ ത്വ ആണ്, സുക്കൂനായ ഖാഫാണ്. അങ്ങനെ നമ്മളെല്ലാം സുക്കൂനായിട്ട് നൽകിയിട്ടുള്ളത്. നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പദങ്ങൾ എഴുതി പരിശീലിക്കുക എന്നുള്ളതാണ്. വന്നഹാരി മുബ്സിറ ലഖദ് വഇദ്ന ആഖിബത്തുൽ മുജ്രിമീൻ ലൗ അന്ന ലഖദ് വഇദ്ന ആഖിബത്തുൽ മുജ്രിമീൻ യഖ്ളി ബൈനഹും ലൗലാ അർറബതുനാ ലൗലാ അർറബതുനാ. പിന്നെ ഖുർആനിൽ നിന്ന് കണ്ടെത്താമെന്നുള്ളതാണ്. ഇദാ വല്ലൗ മുദ്ബിരീൻ, ഇദാ വല്ലൗ മുദ്ബിരീൻ സുക്കൂനായ ദാല് വന്നു. നജ്സിൽ മുഹ്സിനീൻ സുക്കൂനായ ജീമ് വന്നു. മിൻ അഖ്സൽ മദീന സുക്കൂനായ ഖാഫ് വന്നു. നജ്സിൽ മുഹ്സിനീൻ ഇവിടെ ജീം എന്നതിന് സുക്കൂൻ വന്നു. ഫലമ്മാ അൻ അറാദ അൻ യബ്തിഷ സുക്കൂനായ ബാ വന്നു. അപ്പോൾ ഖൽഖലത്തിൻ്റെ അക്ഷരത്തിന് വരുന്ന അക്ഷരങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും നിയമം നമുക്ക് പ്രാബല്യത്തിൽ വരുന്നത്. ഇവിടെ സുക്കൂനായ ഹർക്കത്ത് ഖൽഖലത്തിൻ്റെ അക്ഷരത്തിന് വരുമ്പോൾ പ്രത്യേകമായി നമ്മൾ വ്യക്തമായി ഉച്ചരിക്കുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഖുർആൻ പാരായണത്തിൻ്റെ രൂപം ഉണ്ടാകേണ്ടത്. നമുക്ക് ശീലിക്കാമെന്നുള്ളതാണ്. നമുക്ക് ശീലിക്കാമെന്നുള്ളതിലൊരു ദുആ ആണ് കൊടുത്തിട്ടുള്ളത്. റബ്ബനക്ഷിഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ. ഇവിടെ ഒരു പ്രാർത്ഥനയാണ്, ദുആയാണ്. നമ്മൾ ചെറിയ ചെറിയ ദുആകളൊക്കെ പഠിച്ച് നമ്മുടെ നിസ്കാരത്തിന് ശേഷവും മറ്റുള്ള സമയങ്ങളിലൊക്കെ ഈ പ്രാർത്ഥനകൾ നമ്മൾ ഉപയോഗിക്കുക. എന്നാലേ നമുക്ക് പഠിച്ചതുകൊണ്ട് ഉപകാരം ലഭിക്കുകയുള്ളൂ. റബ്ബനക്ഷിഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ. നമുക്ക് മാസാന്ത മൂല്യനിർണ്ണയം അത് നമ്മുടെ അധ്യാപകന് നമ്മുടെ ഒരു മാസത്തെ പഠന നിലവാരം നോക്കി മനസ്സിലാക്കി ഏറ്റവും ഉഷാറുള്ളതിന് ഉഷാർ എന്നും അതിന് താഴെയുള്ളതിന് അങ്ങനെയും അങ്ങനെ ഏറ്റവും താഴെയുള്ളതിന് ഏറ്റവും താഴെയുള്ള രൂപത്തിലുള്ള മാർക്ക് അല്ലെങ്കിൽ അടയാളമാണ് ഇവിടെ നൽകുന്നത്. ഇന്ന് നമുക്ക് അൽ വഹദത്തുർ റാബിയ 4ാമത്തെ ചാപ്റ്ററാണ്, 4ാമത്തെ യൂണിറ്റാണ്. ഇത് മുഹറം മാസത്തിലെ ഭാഗമാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഖസസിൻ്റെ 56ാമത്തെ ആയത്ത് മുതൽ സൂറത്തുൽ അൻകബൂത്തിൻ്റെ അവസാനം വരെയുള്ള സൂറത്തായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് ഈ മാസത്തിൽ പഠിക്കാനുള്ള ഹിഫ്ദിൻ്റെ ഭാഗം സൂറത്തുൽ ആയിലയാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ ആയില എന്ന് തുടങ്ങുന്ന സൂറത്താണ്. ആ സൂറത്ത് ഹിഫ്ദ് പഠിക്കാനും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് സൂറത്തുകൾ പരിചയപ്പെടുത്തുക. ഈ മാസം നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്ത്, ആ സൂറത്ത് ഒന്ന് സൂറത്തുൽ ഖസസാണ്, മക്കിയാണ്, 88 ആയത്താണ്. ഖുർആനിലെ ക്രമം അനുസരിച്ച് 28ാമത്തെ സൂറത്താണ്. അടുത്ത സൂറത്ത് സൂറത്തുൽ അൻകബൂത്താണ്, മക്കിയാണ്, ആയത്ത് 69 ആയത്താണ്. തർത്തീബുഹ അതിൻ്റെ തർത്തീബ് ഖുർആനിലെ ക്രമം അനുസരിച്ചുള്ള നമ്പർ 29ആണ്. നല്ല രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക്
അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്കിനി ഈ സൂറത്തിൻ്റെ ഭാഗം നമുക്ക് പാരായണം കേട്ട് പരിശീലിക്കാനുള്ള QR കോഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നോക്കി നമുക്ക് ഖുർആൻ കേൾക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലെങ്കിൽ നമ്മൾ ഈ ഭാഗം അഥവാ സൂറത്തുൽ ഖസസ്, സൂറത്തുൽ അൻകബൂത്ത് നമുക്ക് ഈ മാസത്തിൽ തന്നെ പഠിച്ചു തീർക്കാനുള്ള ഭാഗമാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളും വരാവുന്നതാണ്. നമുക്ക് നോക്കാം. ഹുറൂഫുൽ ഇസ്തിഅല ആണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഹുറൂഫുൽ ഇസ്തിഅല എന്ന് പറഞ്ഞാൽ ഹുസ്സ, ലിഗത്തിൻ, ഖിൽ എന്നീ വാചകത്തിൽ വരുന്ന 7 അക്ഷരങ്ങളെയാണ് ഹുറൂഫുൽ ഇസ്തിഅല എന്ന് പറയുന്നത്. ഈ ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾ പല സ്ഥലത്തും നിയമങ്ങളായി വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. ഹുസ്സ, ഹാ, സ്വാദ്. ലിഗത്തിൻ, ലാദ്, ഗൈന്, ത്വാ. ഖിൽ, ഖാഫ്, ലാ എന്നീ 7 അക്ഷരങ്ങൾ ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങൾ വന്നാൽ അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾക്ക് ഇസ്തിഅലാഹിൻ്റെ അക്ഷരങ്ങളെന്നാണ് പറയുക. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറഞ്ഞ ശബ്ദമുണ്ടാകണം. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറഞ്ഞ ശബ്ദമുണ്ടാകണം. ഉച്ചാരണ സമയത്ത് നാവ് തടിച്ച് വായയുടെ മുകൾ ഭാഗത്തേക്ക് അഥവാ അണ്ണാക്കിലേക്ക് ഉയർന്ന് വരണം. ഈ 7 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴുള്ള പ്രത്യേകതയാണ് പറഞ്ഞത്. ഇനി നമുക്ക് സ്വാദ്, ലാദ്, താ, ലാ എന്നീ അക്ഷരങ്ങൾ വരുന്ന 2 പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി പിടിക്കാം, എഴുതാം, പരിശീലിക്കാം. നമുക്ക് നോക്കാം. സ്വാദ്. സ്വാദിൻ്റെ ഒരു ഉദാഹരണമാണ് സയസ്ല. സയസ്ല സുക്കൂനായ സ്വാദ്. അടുത്ത മിൻഹുമുസ്സാബിറൂൻ. സ്വാദ് വന്നു ഇവിടെ. മിൻഹുമുസ്സാബിറൂൻ. അടുത്ത ലാദാണ്. ലലാലിൻ, ലലാലിൻ. അതേപോലെ തൽലീലിൻ, തൽലീലിൻ. അടുത്ത ലാ വന്നതിൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം. താ വന്നതിൻ്റെ ഉദാഹരണം നോക്കാം. മാതുലായി, മാതുലായിൽ ഫജ്ർ, മാതുലായിൽ ഫജ്ർ. അടുത്തത് അത്തഹൂറു, അത്തഹൂറു താ ആണ്. അടുത്ത ലാ വന്നതിൻ്റെ ഉദാഹരണം ലീലാലിൻ, ലീലാലിൻ. അടുത്തത് മുദ്ലിമൂൻ, മുദ്ലിമൂൻ. ഉദാഹരണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി തന്നെ നിയമങ്ങളെ പരിചയപ്പെടുക. നിയമങ്ങൾ വേറെയും അതേപോലെ തന്നെ പാരായണം വേറെയും ആക്കുമ്പോഴാണ് നിയമങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്. നിയമങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം നമ്മൾ നന്നാക്കിയെടുക്കുക. നമുക്ക് പദങ്ങൾ എഴുതി പരിശീലിക്കുക എന്നുള്ളതാണ്. അഥവാ നമുക്ക് കോപ്പി ഭാഗമായിട്ട് എഴുതാനുള്ളതാണ്. വലഖദ് വസ്വൽന സ്വാദാണ്. മിനൽ മുഹ്ളരീൻ ലാദാണ്. അടുത്തത് അഗ്വൈനാഹും കമാ ഗവൈന. ഇവിടെ സുക്കൂനായ അക്ഷരങ്ങൾ, ഹർക്കത്തുള്ള അക്ഷരങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഉദാഹരണങ്ങളിൽ വന്നിട്ടുണ്ട്. ലദു ഹല്ലിൻ അലീം വ ഇലൈഹി തുഖ്ലബൂൻ. ഇനി ഖുർആനിൽ നിന്ന് കണ്ടെത്താമെന്നുള്ളതാണ്. ലനുദ്ഖിലന്നഹും ഫിസ്സാലിഹീൻ. ഖാ, സ്വാദ് എന്നീ ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങളാണ്. ഇൻ കുൻത മിനസ്സാദിഖീൻ. അടുത്തത് ഫഅഖദഹും മുത്തൂഫാൻ, ഫഅഖദഹും الطوفان فأخذهم الطوفان. وإذا سمعوا اللغو، وإذا سمعوا اللغو.
ഇതുപോലെ മറ്റുള്ള ഉദാഹരണങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തി പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് ശീലിക്കാം എന്നുള്ളതാണ്. ഒരു ദുആ കൂടി നമുക്ക് ഇവിടെ ഒന്ന് പഠിക്കാം. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നമുക്ക് മാസാന്ത മൂല്യനിർണ്ണയമാണ്. നിങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് ക്ലാസ് ഉസ്താദ് നൽകും. മുംതാസ് എന്നുള്ളതും ജയ്യിദുൻ, ജിദ്ദ, ജയ്യിദുൻ, അതേപോലെ ഗൈറു ജയ്യിദ് നന്നായി പഠിച്ച് മനസ്സിലാക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.